KFCയുടെ വ്യവസ്ഥ അനുസരിച്ച് ഏതെങ്കിലും സെക്യൂരിറ്റിയിൽ നിക്ഷേപിക്കുന്നതിന് ബോർഡ് തീരുമാനം വേണം എന്നുള്ള വ്യവസ്ഥ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അദാനിയുടെ ഉടമസ്ഥതയിലുള്ള RCFൽ പണം നിക്ഷേപിക്കുന്നതിന്, അംബാനിയുടെ നേതൃത്വത്തിലുള്ള RCFൽ പണം നിക്ഷേപിക്കുന്നതിന് ബോർഡ് മീറ്റിംഗ് കൂടിയിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. സർ, എൻ്റെ ചോദ്യം ഈ കാര്യത്തിൽ ഈ നിക്ഷേപം കൊണ്ട് KFCക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് വ്യക്തമാക്കും. യെസ് മിനിസ്റ്റർ. സർ, ഇവിടെ പരാമർശിച്ച ആ നിക്ഷേപം 10,000 കോടിയോളം രൂപയാണ് ആ സ്ഥാപനത്തിൽ പൊതുവിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നത്. KFC 60 കോടി രൂപ അതിലുണ്ടായിരുന്നു. അത് ആ സ്ഥാപനം റിലയൻസിൻ്റെ അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് ക്യാപിറ്റലിന് സാമ്പത്തികമായി തകർച്ച വരികയും അത് തകരുകയും ചെയ്തു. പക്ഷേ അത് നിക്ഷേപിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസർവ് ബാങ്ക് അംഗീകരിച്ച കണ്ടീഷൻ അനുസരിച്ച് തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്തത്. ഇതിന് ശേഷം ഇത്രയും നഷ്ടം വന്നു. ഇത് KFCക്ക് ആ നഷ്ടം വന്ന സ്ഥിതി വന്നപ്പം 24% പോയിൻ്റ് വ്യത്യാസമുണ്ട്. 24%-ഓളമാണ് ഇതിന് തിരിച്ച് പണം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിന് ഈ റീസ്ട്രക്ചറിങ്ങിനുള്ള ഒരു കമ്പനി അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആ കമ്പനി 24% എന്ന നിലയിൽ മറ്റ് സ്ഥാപനങ്ങളൊക്കെ അത് അംഗീകരിച്ചെങ്കിലും KFC അത് അംഗീകരിച്ചില്ല. 24.96% തരാമെന്ന് പറഞ്ഞിട്ടും നമ്മളത് വീണ്ടും പോയി അതിന് ഇത് ഏറ്റെടുക്കാൻ തയ്യാറായ ഓദം എന്ന് പറയുന്ന കമ്പനി അവർ 52% മടക്കി നൽകാമെന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചു. അതിനകത്ത് വിത്ത് പ്രൊട്ടസ്റ്റ് കോടതി കേസ് കൊടുത്തുകൊണ്ടാണ് ആ സംഗതി നിൽക്കുന്നത്. കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ് ഇപ്പോഴും, നമ്മളത് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ 52% എന്ന നിലയിലേക്ക് വന്നു. ഇത് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ബാങ്ക് ഓഫ് ബറോഡയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഇതിൻ്റെ തിരിച്ചടവിൻ്റെ കാര്യം നോക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡ ഉൾപ്പെടെയുള്ള LIC ഉൾപ്പെടെയുള്ള അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം ഈ കാര്യത്തിനകത്തുണ്ട്. പിന്നെ അങ്ങ് ചോദിച്ചൊരു കാര്യം, ഈ എഗ്രിമെൻ്റ് വെക്കുമ്പോൾ ബോർഡിൻ്റെ അംഗീകാരം ഉണ്ടായിരുന്നതാണ്. സാർ, ബോർഡ് നിശ്ചയിച്ച ഒരു അസറ്റ് ലയബിലിറ്റി അളക്കുന്ന ALCO എന്ന് വിളിക്കുന്ന, അതായത് ALCO എന്ന് ചുരുക്കപ്പേരിലാണ് അവരുടെ കമ്മിറ്റിയിൽ അവർ പറയുക. അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട് സാർ. അതിനകത്ത് ചെയർമാനായിട്ട് MD ആണ്, മറ്റ് ടെക്നിക്കൽ ആളുകളുണ്ട്. അവർ പരിശോധിച്ചിട്ടാണ് വിവിധ ബോർഡുകൾ കൂടി. സാർ, അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവണം, മനസ്സിലാക്കണം സാർ. ഇത് 2017 മുതൽ KFC 500 കോടി വർദ്ധിപ്പിക്കാൻ എടുക്കാൻ ആലോചിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ തുടങ്ങിയതായിരിക്കണം. പക്ഷേ ആദ്യമേ 1-2 ഘട്ടത്തിൽ 2-3 ഘട്ടത്തിൽ ഇഷ്യൂ നടത്താൻ ശ്രമിച്ചു, പണം കിട്ടിയില്ല. അതിനുശേഷം ഒരു ഘട്ടത്തിൽ 250 കോടി രൂപ വരെ കിട്ടിയുള്ളൂ. അതിന് തന്നെ പലവിധ ശ്രമം നടത്തേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ KFCയുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കണം. റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ കിട്ടിയ 250 കോടി രൂപയുടെ 20% ഇത്തരമൊരു നല്ല റേറ്റിംഗുള്ള സ്ഥാപനത്തിൽ ഇടണമെന്നുള്ള കണ്ടീഷൻ വന്നു. അങ്ങനെയാണ് ആ പണം ഇട്ടിട്ട് 60 കോടി ഇട്ടിട്ട് അവിടുന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇഷ്യൂ നടത്തിയപ്പോഴാണ് 9 പിന്നെ നമുക്ക് പണം കിട്ടി. 9.1% പലിശയ്ക്ക് നമ്മൾ ഇട്ടത്, പിന്നീട് നമുക്ക് പണം കിട്ടി. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തത് ബോർഡിൻ്റെ അംഗീകാരത്തോടെ. അംഗീകാരം എന്ന് പറഞ്ഞാൽ ബോർഡ് ഏൽപ്പിച്ച ഈ അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി പലതവണ ബോർഡ് ചർച്ച ചെയ്തു. മാനേജ്മെൻറ്റ് കമ്മിറ്റി ഡിസിഷൻ എടുത്തു. അത് 18/6/2018 നടന്ന ബോർഡ് മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ 2018 പല സാമ്പത്തിക സ്ഥാപനങ്ങൾ നമുക്കറിയാം. ILFS കേരളത്തിൽ തന്നെ വളരെയേറെ സ്റ്റേക്ക് ഉണ്ടായിരുന്നതാണ്, ഇന്ത്യയിലാകെ വളരെയേറെ ഉണ്ടായിരുന്നു. ILFS പോലുള്ള സ്ഥാപനങ്ങൾ തകർന്നതും ഇന്ത്യയിലെ പല പ്രമുഖമായ സ്ഥാപനങ്ങളും ഒക്കെ തകർന്നതൊക്കെ ആ ഘട്ടത്തിലാണ്. ഇന്ത്യയിലെ പല സ്ഥാപനങ്ങൾ തകർന്ന ഒരു ഘട്ടത്തിൽ സാമ്പത്തിക തകർച്ചയിൽ ഈ സ്ഥാപനം പെട്ടിട്ടുണ്ടോ എന്നുള്ള സത്യമാണ്. അതിനകത്ത് അന്ന് ചെയ്യേണ്ട നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് അന്നത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്.